നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് എന്ന ടോപ്പിക്കാണ്. നോക്കാം, എന്താണ് ആവറേജ് വെലോസിറ്റി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the change in position or displacement in unit time. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കിയതാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. യൂണിറ്റ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 1 സെക്കൻഡ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് ടൈം ഇസ് സെക്കൻഡ്. നമുക്കറിയാം 1 സെക്കൻഡിൽ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ബോഡി ഈസ് x1 ആൻഡ് ഫൈനൽ പൊസിഷൻ ഇസ് x2. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ഇൻ പൊസിഷൻ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ പൊസിഷൻ x2 മൈനസ് x1 അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ഇനീഷ്യൽ പൊസിഷൻ ഏത് T1 എന്ന സമയത്താണെന്ന് വിചാരിക്കാം. x1 ഇസ് ദ പൊസിഷൻ ഓഫ് ദ ബോഡി അറ്റ് ടൈം t1 ആൻഡ് x2 the position at time t2. Then average velocity നമുക്കറിയാം displacement by time ആണ്. What is displacement? x2 minus x1. Final position minus initial position by time taken. Time taken എങ്ങനെ കിട്ടും? t2 minus t1. That is delta x by delta t. ആ x2 മൈനസ് x1 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എക്സ് ആണ്. അതിനാണ് ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. എ സ്മോൾ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് എക്സ്. സോ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ആവറേജ് വെലോസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. റിമെമ്പർ വി ആർ കൺസിഡറിങ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ, മീൻസ് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മളിവിടെ എക്സ് എന്ന് എടുക്കാൻ കാരണം വി ആർ അസ്യൂമിങ് ദാറ്റ് ബോഡി ഈസ് മൂവിങ് അലോങ് എക്സ് ഡയറക്ഷൻ. ആ ഒരു രീതിയിലാണ് എക്സിന് എടുത്തത്. അല്ലാതെ ജനറലായിട്ടും ആ രീതിയിൽ തന്നെ എടുക്കാം. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ റിമെമ്പർ ദിസ് ഇക്വേഷൻ. ആവറേജ് വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ആൻഡ് ദ ഇക്വേഷൻ ഈസ് x2 മൈനസ് x1 ബൈ t2 മൈനസ് t1. Or it can be written as delta x divided by delta t. Okay. ഇനി എന്താണ് ആവറേജ് വെലോസിറ്റി? സ്കേലാർ ആണോ വെക്ടർ ആണോ? ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലോ ആവറേജ് വെലോസിറ്റി. സോ ആവറേജ് വെലോസിറ്റി ഓർ വെലോസിറ്റി, സിംപ്ലി വെലോസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. എന്തുകൊണ്ടാണ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പല എക്സാമ്പിൾസ് കൺസിഡർ ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി പോസിറ്റീവ് ആവും. ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി നെഗറ്റീവ് ആവും. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി സീറോ ആവും. അപ്പോൾ velocity can be positive, negative or zero. What is the unit? Displacement by time. അപ്പോൾ displacement unit meter by time in unit second. So meter per second. Average velocity unit meter per second. Dimension LT raised to minus 1. മീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L ആണ്. സെക്കൻഡിൻ്റെത് ടൈം, അപ്പോൾ ടി. അപ്പോൾ LT raised to minus 1. That is the dimensional formula. ഇനി ഈ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇഫ് യു ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വരയ്ക്കും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സപ്പോസ് you are given this position time graph. Okay, നമുക്കറിയാം t time along x axis, x position along y axis. അപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം രണ്ട് ടൈം മാർക്ക് ചെയ്തിട്ടുണ്ട്. t1 എന്ന ടൈമും t2 എന്ന ടൈമും. കറസ്പോണ്ടിങ് പൊസിഷൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്, x1 ആൻഡ് x2. അപ്പോൾ t1 എന്ന സമയത്ത് പൊസിഷൻ x1 ആണ്, t2 എന്ന സമയത്ത് പൊസിഷൻ x2 ആണ്. ഇനി അതിൽ
കൺസിഡർ ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABC. അതിൽ തീറ്റ ആംഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ആംഗിൾ ACB, ആംഗിൾ തീറ്റ. ഈ ട്രയാങ്കിളിൽ നിന്ന് ABC എന്ന ട്രയാങ്കിളിൽ നിന്ന് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ടാൻ തീറ്റ. വാട്ട് ഇസ് ടാൻ തീറ്റ ഫ്രം ദ ട്രയാങ്കിൾ? ടാൻ തീറ്റ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ല, ഓപ്പോസിറ്റ് സൈഡ് അവിടെ എന്താ? AB ബൈ അഡ്ജസൻറ്റ് സൈഡ് BC, അതായത് എതിർവശം ബൈ ഹൈപ്പട്ടന്യൂസ് മീൻസ് കർണം. അപ്പോൾ AB ബൈ BC. ABക്ക് നമുക്ക് എന്താ എടുക്കാം? x2 മൈനസ് x1 അല്ല, ABയുടെ ലെങ്ത് എന്ന് പറയുന്നത് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ BCക്ക് എന്തോ എടുക്കാം? BCയുടെ ലെങ്ത് എന്ന് പറയുന്നത് T2 മൈനസ് T1. സോ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. x2 മൈനസ് x1 ഓൾ ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ആ ഡിവൈഡഡ് ബൈയുടെ ലൈൻ ഒരിത്തിരി നീങ്ങി പോയിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതാം. x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇതെന്താണ്? ഈ x2 മൈനസ് x1 ബൈ T2 മൈനസ് T1 നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നു അത്? ആവറേജ് വെലോസിറ്റി അല്ല. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താ? ടാൻ തീറ്റ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന്, ഈ ഫിഗർ ഇറ്റ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിച്ചു. ടാൻ തീറ്റ കണ്ടുപിടിച്ചപ്പോൾ യു ഗെറ്റ് x2 മൈനസ് x1 ബൈ T2 മൈനസ് T1. പക്ഷേ വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി ആസ് x2 മൈനസ് x1 ബൈ T2 മൈനസ് T1. അപ്പോൾ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന വാല്യൂ, ടാൻ തീറ്റയുടെ വാല്യൂ. ടാൻ തീറ്റ എന്ന് പറയുന്ന ഇറ്റ് മെഷേഴ്സ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഓക്കെ, ഇറ്റ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗ്രാഫിൻ്റെ ചെരിവാണ്. ടാൻ തീറ്റ മെഷർ ചെയ്യുന്നതിലൂടെ നമ്മൾ ആക്ച്വലി മെഷർ ചെയ്യുന്നത് ഈ ഗ്രാഫിൻ്റെ ചെരിവാണ്. അപ്പോൾ അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് മീൻസ് ചെരിവ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിച്ചപ്പോൾ യു ആർ ആക്ച്വലി മെഷേർഡ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് and it is found that it is equal to the average velocity of the body. Okay, അപ്പോൾ tan theta കിട്ടി. tan theta x2 minus x1 by t2 minus t1 ആണ്, but that is the average velocity. So what is the conclusion? The slope of position time graph gives average velocity. Okay, very very important point. അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദി ബോഡി. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസും അത് തന്നെയാണ്. യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദി ബോഡി. പിന്നെ മറ്റൊന്ന്, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഈ സ്ലോപ്പ് നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. കാരണം x1 x2 അങ്ങനെ എക്സിൻ്റെ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ x2 മൈനസ് x1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ച ഗ്രാഫ് ഒന്ന് നിങ്ങൾ എടുത്തു വെച്ചിട്ട് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള ഗ്രാഫ്, ഓക്കെ, ആദ്യത്തെ ഗ്രാഫ്. ആ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും x2 മൈനസ് x1 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ ആവറേജ് വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊരു പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് യു ഫൈൻഡ് ഔട്ട് ടാൻ തീറ്റ ഓർ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് യു വിൽ ഗെറ്റ് ദി ആവറേജ് വെലോസിറ്റി ആൻഡ് ദിസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ഇനി ഇതേപോലെയുള്ള മറ്റ് ഗ്രാഫുകളും നമ്മൾ വരച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. അതായത് ഇഫ് ദ ബോഡി ഈസ് മൂവിങ് എവേ ഫ്രം ദി ഒറിജിൻ or the position coordinate is increasing with respect to time, the position time graph is a straight line with a positive slope and the average velocity is positive. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ബോഡി മൂവിങ് എവേ ഫ്രം ദി ഒറിജിൻ, നേരത്തെ നമ്മൾ പറഞ്ഞു പൊസിഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പൊസിഷൻ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബോഡി ഒറിജിനിൽ നിന്ന് അകലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പൊസിഷൻ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ഇപ്പോൾ നമ്മൾ കണ്ട ഗ്രാഫ് പോലെയായിരിക്കും. ആൻഡ് ആവറേജ് വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇനി മറ്റൊരു കേസ് കൺസിഡർ ചെയ്യാം.
ഈ തരത്തിലുള്ള ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതാണ്. ദിസ് ഇസ് പൊസിഷൻ ടൈം ഗ്രാഫ്. മറ്റൊരു കേസാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ? പൊസിഷൻ ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല. ഒരു ഹയർ വാല്യൂവിൽ നിന്ന് പൊസിഷൻ്റെ വാല്യൂസ് കുറഞ്ഞു വരികയാണ്. സമയം കൂടുന്നതിനനുസരിച്ച് പൊസിഷൻ്റെ വാല്യൂസ് കുറഞ്ഞു. ഈ രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ച ഗ്രാഫ് നോക്കുക നിങ്ങൾ. അപ്പോൾ ഈ കേസിൽ വാട്ട് അബൌട്ട് x2 minus x1 by t2 minus t1? See, which is the initial position? t1 എന്ന ടൈമിലുള്ളതാണ് ഇനിഷ്യൽ പൊസിഷൻ. ഓക്കെ, x1. ആൻഡ് വിച്ച് ഇസ് ദി ഫൈനൽ പൊസിഷൻ? t2 എന്ന ടൈമിലുള്ളതാണ് ഫൈനൽ പൊസിഷൻ, ദാറ്റ് ഈസ് x2. ഇപ്പോൾ x1 ആണോ x2 ആണോ വലുത്? ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. y ആക്സിസിൽ മുകളിലേക്ക് പോകുന്നതോറും വാല്യൂസ് കൂടി വരികയാണല്ലോ. അപ്പോൾ x1 ലെസ് ദാൻ x2 അല്ലേ? മുകളിലേക്ക് പോകുന്നതോറും വാല്യൂസ് കൂടുതലായിട്ട് വരിക ചെയ്യാം. അപ്പോൾ മുകളിലുള്ള വാല്യൂ, അതായത് x1ൻ്റെ വാല്യൂ x2വിനേക്കാൾ കുറവാണ്. അപ്പോൾ വാട്ട് അബൌട്ട് x2 minus x1? ഇറ്റ് ഈസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, x2 minus x1 is a negative quantity and the average velocity is negative. ഈ കേസിൽ നമുക്ക് കിട്ടുന്ന ആവറേജ് വെലോസിറ്റി നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു കേസിൽ the body is moving towards the origin. ഒറിജിൻ അടുത്തേക്ക് വരികയാണ്. അതാണ് പൊസിഷൻ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യാണ്. ബോഡി ഈസ് മൂവിങ് ടുവേർഡ്സ് ദി ഒറിജിൻ. പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. നേരത്തെ കിട്ടിയതുപോലെയല്ല, ഇപ്പോൾ ഗ്രാഫിൻ്റെ ചെരിവ് നെഗറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഗ്രാഫൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ ഈ ഗ്രാഫിലും സ്ലോപ്പ് നെഗറ്റീവാണ് ആൻഡ് വെലോസിറ്റി ഈസ് നെഗറ്റീവ്. കാരണം എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് നൗ ഡിക്രീസിങ്, മീൻസ് പൊസിഷൻ കോർഡിനേറ്റ് ഇസ് ഡിക്രീസിങ്. സോ യു ഗെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് നെഗറ്റീവ്. ഓക്കെ, നേരത്തെ ഒറിജിനിൽ നിന്ന് ദൂരേക്കാണ് ബോഡി മൂവ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നത് ഒറിജിൻ്റെ അടുത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്തല്ലോ. നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്ത എക്സാമ്പിളിൽ ഒയിൽ നിന്ന് പിയിലേക്ക് ബോഡി മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ പിയിൽ നിന്ന് ഒയിലേക്ക് മൂവ് ചെയ്യുന്നതും കൺസിഡർ ചെയ്തിരുന്നു. അപ്പോൾ ആ രണ്ട് കേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെയും വരുന്നത്. ഒയിൽ നിന്ന് പിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പൊസിഷൻ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. പിയിൽ നിന്ന് തിരിച്ച് ഒയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഡയറക്ഷനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് നെഗറ്റീവാണ്. സോ ഈ കേസിൽ വെലോസിറ്റി നെഗറ്റീവാണ്, ആവറേജ് വെലോസിറ്റി നെഗറ്റീവാണ്. സോ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ബി നോട്ടഡ് ഇസ് ദാറ്റ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ് if the position is decreasing with respect to time or if the body is moving towards the origin. അപ്പോൾ ഇവിടെയും നമുക്ക് ഗ്രാഫിൽ നിന്ന് ആവറേജ് വെലോസിറ്റി കണ്ടെത്താൻ കഴിയും. മറ്റൊരു കേസ്, അതായത് ഇഫ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഗ്രാഫ് ബോഡി അറ്റ് റെസ്റ്റ്. അവിടെ നമുക്ക് കിട്ടിയ ഗ്രാഫ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഈ ഒരു കേസിൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഇവിടെ ഗ്രാഫിൻ്റെ ചെരിവ് എന്താണ്? ഇസ് ദർ എനി സ്ലോപ്പ് ഫോർ ദ ഗ്രാഫ്? ഇല്ല, ഗ്രാഫിന് സ്ലോപ്പ് 0 ആണ്. സോ ആവറേജ് വെലോസിറ്റി ഈസ് 0 or you can say that the object is at rest. അതായത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. x1ഉം x2 ഒക്കെ സെയിം ആണ്. കാരണം ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, എന്ന് പറഞ്ഞാൽ ബോഡി മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ x2 minus x1 equal to 0. ഓക്കെ, ആവറേജ് വെലോസിറ്റി ഈസ് 0. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. 3 കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതായത് പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ടാകുമ്പോൾ ആവറേജ് വെലോസിറ്റി പോസിറ്റീവ്, നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ average velocity negative, and if the slope is equal to 0 then average velocity is or the object is at rest. 3 കേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് ഇസ് ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് ഇസ് ഡിസ്റ്റൻസ് ബൈ ടൈം. യൂണിറ്റ്
പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മീറ്റർ, ടൈമിൻ്റെത് സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, ഡയമെൻഷൻ LT⁻⁻1. ഈ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വെലോസിറ്റി ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, സ്പീഡാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് തന്നെയാണ് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും തമ്മിൽ വരിക. ഓക്കെ, അപ്പോൾ അത് ആ ഡിഫറൻസസ് 2 കോളത്തിലാക്കിയിട്ട് എഴുതി നോക്കാം. ഒരു കോളത്തിൽ ആവറേജ് വെലോസിറ്റി, രണ്ടാമത്തേതിൽ ആവറേജ് സ്പീഡ്. ഏതൊക്കെ വരും എന്ന് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ്, ആ കോളം, അതായത് അത് കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ, അത് തന്നെയാണ് ആവറേജ് വെലോസിറ്റിയുടെ കേസിൽ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ്, അതേപോലെ തന്നെ ആവറേജ് സ്പീഡ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി, ഇവിടെ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ രീതിയിൽ രണ്ടും കമ്പയർ ചെയ്തിട്ട് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അതേ പോയിൻറ്റ്സ് ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും കേസിൽ കിട്ടിയ അതേ പോയിൻറ്റ്സ് ഇവിടെയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആവറേജ് സ്പീഡ് ഇസ് ഓൾവേസ് പോസിറ്റീവ് ബിക്കോസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് ഇസ് പോസിറ്റീവ്. അറിയുന്ന കാര്യമാണ്. എപ്പോഴും സ്പീഡ് പോസിറ്റീവാണ്. കാരണം എന്താ, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇറ്റ് ഇസ് എ ലെങ്ത്, path length, so it is a positive quantity. Okay, ഇനി motion of object. If the motion of object is along a straight line and in the same direction, magnitude of displacement is equal to total path length. അതായത് if the body is moving along the straight line in the same direction, ഇവിടെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ നോക്കാം. അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്തു അല്ല. അതായത് എപ്പോഴാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുന്നത്? ബോഡി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു, ഒരേ ഡയറക്ഷനിൽ തന്നെ. അതായത് നമ്മൾ കൺസിഡർ ചെയ്തതിൽ O to P ഉള്ള മൂവ്മെൻറ്റിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ പാത്ത് ലെങ്ത്. അതെന്തുകൊണ്ടാണ്? ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ ആൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇടയിൽ വെച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവില്ലായിരുന്നു. അങ്ങനെയുള്ള കേസും നമ്മൾ കൺസിഡർ ചെയ്തു അല്ല. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ അല്ലാത്ത കേസ് അതെപ്പോഴാണ് സംഭവിച്ചത്? വെൻ ദ ബോഡി ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അതായത് പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ആ മോഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുന്നില്ല. അപ്പോൾ ആ അതേ കേസുകൾ തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഇൻ ദാറ്റ് കേസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ആവറേജ് സ്പീഡ്. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുന്ന കേസിൽ ആവറേജ് വെലോസിറ്റിയുടെ വാല്യൂ അതുപോലെ തന്നെ ആവറേജ് സ്പീഡ് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണ്, കാരണം ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റിയും അതുപോലെ തന്നെ ആവറേജ് സ്പീഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. If the motion involves change in direction so that path length is greater than magnitude of displacement, this shows that speed is in general greater than magnitude of the velocity. എപ്പോഴാണ്? if it involves a change in direction. ആ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പാത്ത് ലെങ്ത് എപ്പോഴും കൂടുതലായിരിക്കും. അതും നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓയിൽ നിന്ന് പിയിലേക്ക് മൂവ് ചെയ്തു, തിരിച്ച് പിയിൽ നിന്ന് ഓയിലേക്ക് മൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, ഡിസ്റ്റൻസ് അതിൻ്റെ ഡബിളാണ്, O to P ഉള്ളതിൻ്റെ ഡബിളാണ്. അപ്പോൾ ഇങ്ങനെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പാത്ത് ലെങ്ത് അതായത് ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടിയാൽ സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സോ ദിസ് ഷോസ് ദാറ്റ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ്.
What is instantaneous velocity? It is velocity of an object at a particular instant of time. അതായത് ഒരു പ്രത്യേക സമയത്തുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് എപ്പോഴാണ് അത് ഇമ്പോർട്ടൻ്റ് ആവുക? ഒരു പ്രത്യേക സമയത്തുള്ള വെലോസിറ്റി നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്ന എപ്പോഴാണ്? വെൻ വെലോസിറ്റി ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഒരു ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ then we have to consider the velocity at a particular instant of time. ഒരു പ്രത്യേക സമയത്തുള്ള വെലോസിറ്റി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. ആ വെലോസിറ്റിക്കാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയും. ഓക്കെ, സോ വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഇസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. Can be written as limit delta t tends to 0 delta x by delta t. ഇവിടെ നമ്മൾ ഈ വെലോസിറ്റി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് നമുക്കറിയാം. പക്ഷേ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇൻ്റർവൽ വളരെ വളരെ ചെറുതായിരിക്കണം. ആ ടൈം ഇൻ്റർവൽ ചെറുതാവുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വെലോസിറ്റിയുടെ ആക്യുറസി കൂടും. അതായത് വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ വലിയൊരു ടൈം ഇൻ്റർവൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി വളരെ വളരെ ചെറുതായിരിക്കണം. സോ ദാറ്റ് ആ ചെറിയ ടൈം ഇൻ്റർവലിൽ വെലോസിറ്റി ഷുഡ് ബി ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ലിമിറ്റ് കൺസിഡർ ചെയ്യുന്നത്, ഒരു ലിമിറ്റ് വെക്കുന്നത്. എന്താണ് ലിമിറ്റ്? ഡെൽറ്റ ടി ടെൻസ് ടു 0. ടെൻസ് ടു 0 മീൻസ് ഡെൽറ്റ ടി 0 ആവാൻ പാടില്ല, പക്ഷേ ഇറ്റ് ഷുഡ് ബി വെരി ക്ലോസ് ടു 0 എന്ന് വെച്ചാൽ വെരി വെരി സ്മോൾ എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. Okay, dx by dt. It is the rate of change of position with respect to time at that instant. The rate of change of position with respect to time at that instant. This is instantaneous velocity. Or അത് തന്നെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അതിനെയാണ് നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതുക. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡി എക്സ് ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സ് ഈക്വൽ ടു ടി റേസ് ടു എൻ എന്ന് വിചാരിക്കാം. യു ആർ ഗിവൺ ദ പൊസിഷൻ എക്സ് ഈക്വൽ ടു ടി റേസ് ടു എൻ. Then dx by dt is given by n t raised to n minus 1. ഇത് മാത്സിലെ ഡിഫറൻസിയേഷൻ്റെ എന്താ പറയുക പ്രിലിമിനറി ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എൻ ടി റേസ് ടു എൻ മൈനസ് 1. ഈ ഒരു ഫോമുല ഓർത്തിരിക്കുക. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി ടൈം given by n t raised to n minus 1 if x equal to t raised to n. അത് ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. സപ്പോസ് x equal to t raised to 4. Then what is velocity? You are given position. Okay, position x equal to t raised to 4 എന്ന് തന്നു കഴിഞ്ഞാൽ what is velocity? Velocity dx by dt, rate of change of position with respect to time. ഇവിടെ നമ്മൾ മേലെയുള്ള ഫോമുല ഉപയോഗിക്കുന്നു. എന്നിന് പകരം 4 ആണ്. ഓക്കെ, അപ്പോൾ 4 ടി റേസ് ടു 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. 4 ടി ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഇനി ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിക്കൊരു നമ്പർ, ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് പൊസിഷൻ തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡാണിത്. എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഏതൊരു ഇക്വേഷൻ ആയിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി കണ്ടുപിടിക്കാൻ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഫോമുല ഇതാണ്, ഡി എക്സ് ബൈ ഡി ടി equal to, if x equal to t raised to n,
it is equal to n t raised to n minus 1. ഇനി ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻ്റ് നമ്മൾ അതേപടി എഴുതുകയാണ് ചെയ്യുക. അതിന് ചേഞ്ച് വരാത്തതുകൊണ്ട് ഇപ്പോൾ എയും കൂടി ഇതിലുണ്ടെങ്കിൽ എ ഇൻറ്റു 4t³ എന്ന് എഴുതും. ഓക്കെ, കോൺസ്റ്റൻ്റ് ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. വിത്ത് റെസ്പെക്ട് ടു ടൈം ദർ ഇസ് നോ ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.